മാനത്തെത്തിയ കൊട്ടാരം കൊതിതീരുവോളം കണ്ടു തീർത്ത് മലയാളികൾ. തെക്ക് പടിഞ്ഞാറൻ ആകാശത്ത് മാനത്തെ കൊട്ടാരം എന്ന് വിശേഷിക്കപ്പെട്ട അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം കഴിഞ്ഞ രാത്രിയിലാണ് ദൃശ്യവിരുന്നായി എത്തിയത്. കാൽ നൂറ്റാണ്ടിലേറെയായി നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ കടന്നു പോകാറുള്ള ഈ കൊട്ടാരം പക്ഷേ സാധാരണക്കാർ അധികം കണ്ടിരുന്നില്ല, അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ രാത്രി 7:21 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം തെക്ക് പടിഞ്ഞാറൻ മാനത്ത് പ്രത്യക്ഷപ്പെട്ടത്. പിന്നീട് വടക്ക് കിഴക്കൻ ദിശയിലേക്ക് നീങ്ങി. പിന്നീട് ശുക്രൻ്റെയും ചന്ദ്രൻ്റെയും വിളിപ്പടകലത്തുകൂടി സഞ്ചരിച്ച് കിഴക്കൻ മാനത്ത് അപ്രത്യക്ഷമാവുകയാണുണ്ടായത്. കേരളത്തിൽ എല്ലായിടത്തും ഇത് ദൃശ്യമായിരുന്നു. എന്നാൽ ചിലയിടങ്ങളിൽ ഗ്രഹത്തെയും ചന്ദ്രനെയും മറ്റും മറച്ചുകൊണ്ടാണ് കടന്നുപോയത്. 357 അടി നീളവും 240 അടി വീതിയും 89 അടി ഉയരവുമുള്ള ഈ പടുകൂറ്റൻ ആകാശക്കപ്പൽ ഭൂമിയിൽ നിന്ന് ഏതാണ്ട് 400 കിലോമീറ്റർ ഉയരത്തിലാണ് മണിക്കൂറിൽ ഏതാണ്ട് 27,000 കിലോമീറ്റർ വേഗത്തിലുമാണ് സഞ്ചരിക്കുന്നത്. സുനിത വില്യംസ് ഉൾപ്പെടെ 7 ഗഗനചാരികൾ ഇപ്പോൾ അതിലുണ്ട്. ഒരു സാധാരണ മൊബൈൽ ക്യാമറയിൽ ഇതിൻ്റെ വീഡിയോ ദൃശ്യം പകർത്താം എന്നതാണ് പ്രത്യേകത. 2024 ജൂൺ 5 ബഹിരാകാശ തുടങ്ങിയ യാത്രികർ ഫെബ്രുവരിയിൽ മടങ്ങാനുള്ള ഷെഡ്യൂളാണ് പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ മാർച്ച് അവസാനം വരെ തുടരുമെന്നാണ് നാസ വൃത്തങ്ങൾ ഇപ്പോൾ പറയുന്നത്. ആകാശക്കൊട്ടാരം കാണാനും ദൃശ്യം പകർത്താനും വിദ്യാർത്ഥികളും കുടുംബങ്ങളും ഉൾപ്പെടെ കഴിഞ്ഞ സന്ധ്യയിൽ കേരളത്തിൽ തിരക്കായിരുന്നു. എൻലൈറ്റ് ന്യൂസ്, മുക്കം.